ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അതാത് സ്ഥാനങ്ങളിൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാറ്റുകളെ കുറിച്ചാണ്. അത് ചുരുക്കത്തിൽ നിങ്ങളോട് പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 4 അധ്യായം 14 വാക്യത്തിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാറ്റുണ്ട്. അത് ഉപദേശത്തിന്റെ കാറ്റാണ്. ആ ഉപദേശത്തിന്റെ കാറ്റ് ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലവിധമായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിനെതിരെ, കുടുംബങ്ങൾക്കെതിരെ കടന്നു വരുന്നു. ഏതാണ് സത്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. പലരും പല ഉപദേശങ്ങളിൽ പെട്ടുപോകുന്നു. അതിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല, സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. താൽക്കാലിക ആശ്വാസങ്ങൾ പലരും പ്രാപിച്ച് മുന്നോട്ട് പോകുകയാണ്. എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരു ദൈവപൈതൽ ഈ ഉപദേശത്തിന്റെ കാറ്റിനാൽ ഉടന്നു പോകത്തില്ല. അവർ ക്രിസ്തു എന്ന തലയോളം ദൈവസ്നേഹത്തിൽ വളരുവാനിടയായിത്തീരും. അവർ മത്സരത്തിനോ മറ്റു പ്രശ്നങ്ങൾക്കോ കലഹത്തിനോ ഒന്നും പോകാതെ ദൈവീയമായ സത്യങ്ങൾക്കനുസരിച്ച് പ്രതികൂലത്തിനെതിരെ, പ്രലോഭനത്തിനെതിരെ അവർ മുന്നോട്ട് പോകുവാനിടയായിത്തീരും. അതൊന്നും ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയെ തളർത്തുകയില്ല, ക്ഷീണിപ്പിക്കുകയില്ല. അതിന്റെ നടുവിലും ഒരു ജയജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ അത് ശിരസ വഹിച്ചുകൊണ്ട് ഒരു നല്ല ഭടനായി, ഒരു പടയാളിയെ പോലെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാറ്റെന്ന് പറയുന്നത് യെരമ്യാ പ്രവചനം 30 അധ്യായം 23 വാക്യത്തിലാണ്. അത് ദുഷ്ടത പ്രവർത്തിക്കുന്ന ദുഷ്ടന്മാർക്കെതിരെ വീശുന്ന ക്രോധത്തിന്റെ കാറ്റാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, സത്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിനെതിരെ തിന്മ ചെയ്തുകൊണ്ട്, തിന്മ പ്രവർത്തിച്ചുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുവാൻ, തകർത്ത് കളയുവാൻ ദുഷ്ടത പ്രവർത്തിക്കുന്ന ശക്തികൾ ഒരുമിച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ദൈവീയ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവപൈതൽ തളർന്നു പോകരുത്. ഒരു ന്യായവിധിയുടെ കാറ്റ് ദൈവം അയക്കും. അത് സമയമാകുമ്പോൾ അത് പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. അത് ദുഷ്ടന്റെ തലയ്ക്ക് മീതെ അത് ആഞ്ഞടിക്കും. അതുകൊണ്ട് ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ട് നമ്മൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ദൈവത്തിന്റെ കാറ്റ്, ന്യായവിധിയുടെ കാറ്റ് അടിക്കുവാൻ സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, തളർന്നു പോകരുത്. മൂന്നാമത്തെ ഒരു കാറ്റാണ് പിന്മാറ്റത്തിനെതിരെയുള്ള കാറ്റ്. യോനയുടെ പുസ്തകം 1 അധ്യായം 4 വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. യോന എന്ന അനുഗ്രഹീത പ്രവാചകൻ ദൈവം വിളിച്ചിട്ട് പറയുക, നിനവയിൽ പോയി പ്രസംഗിക്കുവാൻ. എന്നാൽ താൻ ആ ദൈവഹിതം ഏറ്റെടുക്കാതെ തർസീസിലേക്ക് കടന്നു പോകുന്നതായി കാണാൻ കഴിയും.
എന്നാൽ ആ താൻ കയറിയ കപ്പലിനെതിരെ ദൈവം ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ച് അവനെ ആ പിന്മാറ്റത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് ദൈവം പറഞ്ഞ ആ ഹിതം ചെയ്യുവാൻ യോനയെ ദൈവം ഒരുക്കുന്നതായി യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോന പറയുന്നത്, ഞാൻ നേർന്നിരിക്കുന്നത് നിനക്ക് കഴിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യും. ഈ സത്യം വിട്ട്, ദൈവഹിതം വിട്ട് ഞാൻ പോകുകയില്ല, ഞാനത് പ്രമാണിക്കും. അങ്ങനെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം കാറ്റടിപ്പിക്കും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പോയവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ ആ കാറ്റടിപ്പിച്ച് അവരെ ദൈവം മടക്കിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അടുത്തൊരു കാറ്റാണ് പ്രതികൂലത്തിന്റെ കാറ്റ്. അപ്പോസ്തല പ്രവൃത്തി 27-4 നമുക്ക് കാണാൻ കഴിയും. പൗലോസിന്റെ യാത്രയിൽ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു കാറ്റടിപ്പിച്ചു, പ്രതികൂലത്തിന്റെ കാറ്റ്. അവരെ എത്തേണ്ട തുറമുഖത്തെത്തിക്കാതിരിക്കുവാൻ, അവരെ മുന്നോട്ട് വിടാതിരിക്കുവാൻ, വഴിയിൽ വെച്ച് തന്നെ തകർത്ത് കളയുവാൻ, അവരെ ഉന്മൂലനം ചെയ്യുവാൻ ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതികൂലത്തിന്റെ കാറ്റ് ആ കപ്പലിനെതിരെ ആഞ്ഞടിക്കുവാനിടയായി, അവരുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിപ്പാനിടയായി. എന്നാൽ ദൈവവാഗ്ദത്തമുള്ള ഒരു ദൈവവൈതലിനെ തകർക്കുവാൻ ഈ പ്രതികൂലത്തിന്റെ കാറ്റുകൾക്ക് കഴിയത്തില്ല. അവനെ ഉടയ്ക്കുവാൻ ഈ പ്രതികൂലത്തിന്റെ കാറ്റുകൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഈ കാറ്റ് കണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിനെതിരെ പലവിധമായ പ്രതികൂലത്തിന്റെ കാറ്റുകൾ നാനാ ദിക്കിൽ നിന്ന് ഒരുമിച്ചാഞ്ഞു വീശിയാലും ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ഒരു ദൈവവൈതൽ അതിന്റെ നടുവിൽ കൂടെ മുന്നോട്ട് യാത്ര ചെയ്യും. ദൈവം അവന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. നിന്റെ പ്രാണനെ സൂക്ഷിക്കുവാൻ, കരുതുവാൻ ഈ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പ്രതികൂലം കണ്ടിട്ട്, ഈ പ്രതികൂലത്തിന്റെ കാറ്റ് കണ്ടിട്ട് ആരെങ്കിലും ഭയപ്പെടുന്നുവോ, ക്ഷീണിച്ചിരിക്കുന്നുവോ? ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, തളരണ്ട, ക്ഷീണിക്കണ്ട. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നീ മുറുകെ പിടിക്കുക. നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തം നീ മുറുകെ പിടിക്കുക. നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തം നീ മുറുകെ പിടിക്കുക. നിങ്ങളെ എത്തേണ്ട തുറമുഖത്ത് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. പുതിയ വഴികൾ അവൻ നിനക്ക് വേണ്ടി തുറന്നു തരും. പുതിയ വാതിലുകൾ നിനക്ക് വേണ്ടി നീ ഒരുക്കി തരും. അതുകൊണ്ട് തളർന്നു പോകാതെ ഉറപ്പോടെ ധൈര്യത്തോടെ ഉറച്ച് നിൽക്കുക. മറ്റൊരു കാറ്റാണ് പുറപ്പാട് പുസ്തകം 14-21 കാണുന്നത്, വിടുതലിന്റെ കാറ്റ്. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ദൈവവിളി കേട്ടിറങ്ങി തിരിച്ചവരാണ്. എന്നാൽ മുൻപിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോന് സൈന്യം, ഇരുസടി വൻ പർവ്വതങ്ങൾ. ജീവിതത്തിൽ മുഴുവൻ എല്ലാ വഴികളും കൊട്ടിയടയപ്പെട്ട അനുഭവങ്ങൾ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ മേഖലകൾ. ഇറങ്ങി തിരിച്ചത് വെറുതെയായി തീർന്നോ? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇനി ഞങ്ങളുടെ ജീവിതം എന്തായി തീരും? എപ്രകാരമെന്ന് ചിന്തിച്ച ഒരു നിമിഷമാണ്. എന്നാൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതിരിക്കുന്ന വേളയുടെ നടുവിൽ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കൈ ആ കടലിന് നേരെ നീട്ടുക. നിന്റെ കയ്യിലിരിക്കുന്ന വടി ഉപയോഗിച്ചത് നീട്ടുക. ഏതായാലും മോശ വിശ്വാസത്താൽ ആ കരം നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടത് ഒരു കാറ്റടിപ്പിച്ചാണ്. ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ആ കടലിനെ രണ്ടായി വിഭാഗിച്ചു. ഒരു വഴി അവിടെ തുറക്കപ്പെടുവാനായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എല്ലാ വഴിയും കൊട്ടിയടയപ്പെട്ട് പ്രതീക്ഷകൾ അസ്തമിച്ച് ആരും സഹായിപ്പാനില്ലാതെ
നിസ്സഹായ അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം വഴി തുറക്കുക തന്നെ ചെയ്യും. ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഭാരപ്പെടേണ്ട, തക്ക സമയത്ത് അവൻ കാറ്റടിപ്പിക്കും. അവന്റെ കാറ്റ് നിനക്ക് അനുകൂലമായി കടന്നു വരും. ആ കാറ്റ് വന്നാൽ എത്ര വലിയ സമുദ്രം രണ്ടായി വിഭാഗിക്കപ്പെടും. അതുകൊണ്ട് തളർന്നു പോകാതെ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. അടുത്തൊരു കാറ്റാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ആത്മാവിന്റെ കാറ്റാണ്. പെന്തക്കോസ്ത് നാളിൽ അവിടെ കാത്തിരുന്ന ജനത്തിന് മേൽ ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നതായി നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഗുരുനാഥൻ അവരെ വിട്ടുപോയി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക എന്നൊക്കെ യേശു കർത്താവ് അവരോട് നോക്കി പറഞ്ഞതാണ്. എന്നാൽ അവർ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ, ആ ദൈവീയ വിശ്വാസത്തിൽ അടിയുറച്ചവർ നിൽക്കുമ്പോൾ, അവരുടെ നടുവിലേക്ക്, കാത്തിരുന്ന ആ വിശുദ്ധന്മാരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇറങ്ങി വന്നു. ഇന്നലകളിൽ അവർ ഭയമുള്ളവരായിരുന്നു, ഭീതിയുള്ളവരായിരുന്നു, ആരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുവാൻ കഴിവില്ലാത്തവരായിരുന്നു, പ്രതികൂലം കണ്ടാൽ ഭയം നോടുന്നവരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അവരുടെ മേൽ ആഞ്ഞടിച്ചപ്പോൾ അവരുടെ ഉള്ളിലെ ഭയം നീങ്ങി, അവരുടെ നിരാശകൾ മാറി, അവരുടെ ഉള്ളിൽ ഒരു ധൈര്യം വ്യാപരിക്കപ്പെടുവാനിടയായി. പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ അവർ പരിശീലിക്കുവാനിടയായി തീർന്നു. ദൈവം അവരെ ഇന്നലകളിൽ നിന്ദിക്കപ്പെട്ട് കിടന്നവര് മാന്യരായി മാറുവാൻ, ശ്രേഷ്ഠരായി തീരുവാൻ, അതുമാത്രമല്ല ബലഹീനരായ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്യുന്നതായി തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വീശിയാൽ നീ ആള് മാറാൻ പോകുകയാണ്, നിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്, നിന്റെ അഡ്രസ്സ് മാറാൻ പോകുകയാണ്, നിന്റെ അവസ്ഥകൾ മാറാൻ പോകുകയാണ്. നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ശ്രേഷ്ഠകരമായ വഴിയിൽ കൂടെ, ശ്രേഷ്ഠകരമായ പദ്ധതികളിൽ കൂടെ നിന്നെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ആത്മാവിന്റെ കാറ്റ് നിന്റെ മേലൊന്ന് ഊതുവാൻ ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എൻ്റെ മേലൊന്ന് ഊതി എൻ്റെ സ്ഥിതിയൊന്ന് മാറ്റണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതിയൊന്ന് മാറ്റണമേ, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതിയൊന്ന് മാറ്റണമേ, എൻ്റെ ശുശ്രൂഷയുടെ സ്ഥിതിയൊന്ന് മാറ്റണമെന്ന് ആര് പ്രാർത്ഥിക്കും? ദൈവം കാറ്റ് തക്ക സമയത്ത് ദൈവം അടിപ്പിച്ച് ആള് മാറിയ ഒരു വ്യക്തിയെപ്പോ ദൈവം തന്നെ മാറ്റിയെടുക്കും. അതിനുവേണ്ടി നാം ഒരുക്കപ്പെടണം. പലവിധ കാറ്റുകളുണ്ട്. ആ കാറ്റിന്റെ മുമ്പിൽ നാം ക്ഷണിച്ചു പോകരുത്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവീയ വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട, ധൈര്യമായിരിക്കും. അവൻ അന്ത്യം വരെ വഴി നടത്തുവാൻ ശക്തനാണ്. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.